നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതായത് ഒരു MLA ഇടുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനിടയിൽ ഇത്രത്തോളം തെറിവിളി കേൾക്കാൻ വിധിക്കപ്പെട്ട ഒരാളുണ്ട്. ആ ആൾ ആരാണെന്ന് ഏറെക്കുറെ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അങ്ങോട്ടങ്ങ് അഡ്രസ്സ് ചെയ്യുകയാണ്. ആ തെറി അൺപാർലമെൻ്ററി ആയതുകൊണ്ട് ഒരു പക്ഷേ അതിൻ്റെ സ്ക്രീൻഷോട്ട് പോലും എടുത്ത് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്രത്തോളം തെറി, അത് മുഖമില്ലാത്ത അക്കൗണ്ടുകളിൽ നിന്നിട്ടുള്ള തെറിയല്ല, മുഖമുള്ള പേരുള്ള വ്യക്തിത്വമുള്ള അക്കൗണ്ടുകളിൽ നിന്ന് കേൾക്കുന്ന തെറിവിളി കേൾക്കാൻ വിധിക്കപ്പെട്ടു പോയി. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ യോഗമായിരിക്കാം അത്. അതുമല്ലെങ്കിൽ അദ്ദേഹം ഇതുവരെ ചെയ്തു വെച്ചിട്ടുള്ള മണ്ടത്തരങ്ങളുടെയും ചെയ്യാതെ പോയ ചില നല്ല കാര്യങ്ങളുടെയും ഒക്കെ പ്രതിഫലമായിരിക്കാം ആ തെറി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇന്നും അദ്ദേഹത്തിന് ശക്തമായ രീതിയിൽ ആ തെറി കേൾക്കേണ്ടി വന്നു. കേൾക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമായിരുന്നില്ല. അദ്ദേഹം ഒരു കാര്യം കമൻ്റ് ചെയ്തു. ആ കമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ആയിട്ടാണ് ആ കമൻ്റ് വന്നിരിക്കുന്നത്. അതായത് വയനാട് ജില്ലയിലേക്ക് ഇപ്പോൾ പുതുയുഗ യാത്രയുണ്ടല്ലോ, VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര, അതായത് കേരളത്തെ പഴയ ഒരു ഇരുണ്ട യുഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ രൂപകൽപ്പന ചെയ്തെടുത്ത ഒരു യുഗയാത്ര. ആ യുഗയാത്രയിലേക്ക്, അത് പുതുയുഗം എന്നാണോ പറയണത്, പഴയ യുഗയാത്ര എന്ന് വേണേൽ, പുരാതന യുഗയാത്ര എന്നൊക്കെ വിളിക്കാം. അപ്പോൾ ആ ഒരു യാത്രയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ആ യാത്ര വയനാട് ജില്ലയിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതങ്ങോട്ട് കടുപ്പിക്കുമെന്നാണ് പറയുന്നത്. അതായത് പ്രതിഷേധം കടുപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ് ആ പ്രതിഷേധം എന്ന് ചോദിച്ചാൽ, വയനാട് ജില്ലയെ സർക്കാർ പാടെ തഴഞ്ഞിട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അവിടെ ആ ജനങ്ങളെ വഞ്ചിച്ചു. സർക്കാർ, പിണറായി വിജയൻ നയിക്കുന്ന സർക്കാർ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു. അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അവിടെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതോടൊപ്പം അവിടെ ഈ പറയുന്ന വന്യമൃഗ ശല്യം, അവിടെ ഉണ്ടാകുന്ന വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിനൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരായി വലിയ തോതിലുള്ള ഒരു പ്രക്ഷോഭ പരിപാടികൾ, ഒരു സമര പരിപാടികൾ അവിടെ ആസൂത്രണം ചെയ്യുകയാണ് ഈ പറയുന്ന MLA. അതായത് MLAയുടെ വാക്കുകളാണ് കേട്ടോ. MLA അതങ്ങോട്ട് പറഞ്ഞു തീർന്നിട്ട് നമ്മൾ വെറുതെ ആ പറഞ്ഞതിൻ്റെ തൊട്ട് താഴേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തെറിയോട് തെറിയാണ്. ഇതാണ് തുടക്കത്തിൽ ഒരു MLAക്ക് തെറി കേൾക്കാൻ വിധിക്കപ്പെട്ട MLA ആരാണെന്ന് ഇപ്പം ഏറെക്കുറെ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. പണ്ടൊരു ഡെസർട്ട് ക്യാമ്പിൽ വെച്ച് ഇദ്ദേഹം നൃത്തം ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോകൾ നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരു ഡെസർട്ട് ക്യാമ്പിൽ, ദുബൈയിലോ മറ്റോ, അവിടെ പോയിട്ട് ഫുള്ളി എൻ്റർടൈൻമെൻറ്റ്, ഫുള്ളി ലോഡഡ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ. അപ്പം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതോ നല്ല കൂടിയ മദ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പലപ്പോഴും പൊതുപരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നതിന് മുമ്പ് സ്വാഭാവികമായി 2 അടിക്കാറുണ്ട് അത്രേ എന്നാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു MLA ആണ്. ഒരുപക്ഷെ എല്ലാവർക്കും ആ MLAയുടെ മുഖം ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കും. കുറേ കാലമായി കോൺഗ്രസിന് വേണ്ടിയിട്ട് ഇവിടെ അഹോരാത്രം പണിയെടുത്തുകൊണ്ട് ഏറ്റവും ഒടുവിൽ സത്യാവസ്ഥ തിരിച്ചറിഞ്ഞ് അതിനെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ്, അല്ലെങ്കിൽ കൽപ്പറ്റയുടെ സ്വന്തം MLA T സിദ്ദിഖ്, അദ്ദേഹം തന്നെയാണ് ഈ രീതിയിലുള്ള ഒരു വലിയ പ്രക്ഷോഭ പരിപാടികളെക്കുറിച്ച് പദ്ധതിയിടുന്നത്. നമുക്കറിയാം, എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ രൂപകൽപ്പന ചെയ്ത് തയ്യാറാക്കി അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ടൗൺഷിപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടേക്ക് എത്തുകയും അവിടെ എത്തിയിട്ട് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ഒടുവിൽ ഇതെന്തോ കോൺഗ്രസ്സുകാർ ഏറ്റെടുത്ത് നടത്തുന്ന പരിപാടിയാണ് ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ടൗൺഷിപ്പ് പ്രോജക്റ്റ് എന്നുള്ള തരത്തിലേക്ക് അവിടെ പോയി തൊഴിലാളികളെ കാണുന്നു, അവർക്കൊപ്പം കയറി നിന്ന് ഫോട്ടോ എടുക്കുന്നു. അവരെ പിന്നീട് ഈ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളെയും പഞ്ചായത്ത് മെമ്പർമാരെയും എല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് അവിടെ നിന്ന് മാധ്യമങ്ങളോട് വാതോരാതെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമാക്കുന്ന ഒരു MLA. ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഏറ്റവും എനിക്ക് തോന്നുന്നു അവിടെ നിന്നുള്ള ഒരു കല്ലെറിഞ്ഞോടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ MLAയുടെ ഈ കയ്യിരിപ്പ് കാരണം. അപ്പോൾ ഈ MLA വന്നു നിന്നുകൊണ്ട് ഈ രീതിയിൽ, അതായത് കോൺഗ്രസ്സുകാർ നടത്തി കൊടുക്കുന്ന അവിടെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട് നഷ്ടപ്പെട്ടവർക്ക്, ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എന്തോ പുണ്യപ്രവൃത്തി കോൺഗ്രസ്സുകാരാണ് ചെയ്തു കൊടുക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള മനഃപൂർവ്വ ശ്രമമായി പലരും അതിനെ തള്ളിക്കളയുകയും വിധി എഴുതുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സത്യം അതുതന്നെയാണ്. എന്നിട്ട് ഇനിയിപ്പോൾ ഈ വയനാടുകാർക്ക് ഒന്നും കൊടുക്കുന്നില്ല. ഇനി ഓരോന്നായിട്ട് പറഞ്ഞുതരാം. വയനാടുകാർക്ക് എന്താണ് സർക്കാർ കൊടുക്കാതിരുന്നത്? വയനാട് തുരങ്കപാത നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പ്രാരംഭ നടപടികളും തറക്കല്ലിടിയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപ്പാക്കി കഴിഞ്ഞതാണ്. ഒരു വയനാടുകാരുടെ ഒരു നിത്യ ആവശ്യം എന്നുള്ള നിലയിലാണ് ഈ തുരങ്കപാത വരുന്നത്. അപ്പോൾ ഉടനെ ഇതേ പാർട്ടിയുടെ, അതായത് നമ്മുടെ
ടി സിദ്ദീഖിന്റെ പാർട്ടിയിലെ മുമ്പനായ വ്യക്തി, ഇപ്പോൾ പാർട്ടി ഇത് നയിച്ചുകൊണ്ടിരിക്കുന്ന പുതുയുഗ യാത്രയെ നയിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം തന്നെ പറഞ്ഞു, തുരങ്കപാത ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഉച്ചത്തിൽ വ്യക്തമാക്കിയ ഒരാളാണ്. അതായത് ഇതിനു വേണ്ടിയിട്ട് പ്രാരംഭ നടപടികൾ എങ്ങനെ തുടങ്ങിയെന്ന് ചോദിച്ചാൽ അവിടെ പാരിസ്ഥിതിക പഠനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുകയും അതിനായി പണം ചെലവിട്ട് അതിൽ നിന്ന് കിട്ടിയ റിസൾട്ട് അനുസരിച്ചിട്ടാണ് ആ തുരങ്ക പാതയുടെ ഡിസൈനിങ് വരെ നടത്തിയിട്ടിരിക്കുന്നത്. അല്ലാതെ വേറൊരു തരത്തിലുമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെല്ലാം അപ്പോൾ ഞങ്ങൾ ആ തുരങ്കപാത ഞങ്ങളുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നടപ്പിലാക്കില്ല എന്ന് പറയുന്ന ഒരു UDF. അപ്പോൾ തന്നെ നമുക്കറിയാം ഇത് പുതുയുഗമാണോ പഴയ യുഗമാണോ എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ അതിപ്പോൾ വയനാടുകാർക്ക് വേണ്ടിയിട്ടായിരുന്നില്ലേ സർക്കാർ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് അവിടെ കൊണ്ടുവന്നത് അല്ലേ? ഇതിനു മുൻപ് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ അവിടെ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് പലയിടങ്ങളിൽ കല്ലിട്ടിരുന്നു. എന്നിട്ട് ഏറ്റവും ഒടുവിൽ അതെല്ലാം പരിസ്ഥിതി ലോല പ്രദേശമാണ് എന്ന് കണ്ടിട്ട് അത് അപ്പാടെ ആ പദ്ധതി ആ പ്രോജക്റ്റ് തന്നെ ഉപേക്ഷിച്ച ഒരാളാണ് നമ്മുടെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി. അതായത് ഇതേ ടി സിദ്ദീഖിന്റെ പാർട്ടിയിലെ ഇപ്പോൾ വിശുദ്ധനാക്കി വാഴ്ത്തപ്പെട്ട ആ മുഖ്യമന്ത്രി. എന്നിട്ട് വയനാട്ടിൽ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ വേണ്ട നീക്കങ്ങൾ നടത്തി പിന്നീട് ആ രീതിയിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇടത് സർക്കാരാണ് എന്നുള്ള കാര്യം വിസ്മരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇനി ഈ തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതിലൂടെ അവിടേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള രോഗികളെയും കൊണ്ടുള്ള വരവ് കുറച്ചുകൂടി ഈസി ആവും. അതായത് മലയിടിഞ്ഞു, അടിവാരം ഇടിഞ്ഞു തുടങ്ങിയ പരാതികളൊന്നുമില്ലാതെ ഈ തുരങ്കപാതയിലൂടെ സ്വച്ഛന്തമായി സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. അതാണ് ശരിക്കും നടക്കുന്നൊരു കാര്യം. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്തത് ഈ തുരങ്കപാത അങ്ങോട്ട് കഴിയുമ്പോൾ നമുക്ക് അടുത്തതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് തീർച്ചയായും ടൗൺഷിപ്പ് പദ്ധതിയെ കുറിച്ചിട്ടാണ്. ഈ ടൗൺഷിപ്പ് പദ്ധതി സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഏകദേശം നൽകേണ്ടിയിരുന്ന 178 പേരുടെ ലിസ്റ്റുകൾ ഏകദേശം പുറത്തായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് വേറൊരു പണി കൂടി ഈ ടി സിദ്ദീഖ് കാണിച്ചു വെച്ചിരുന്നു. ലോട്ട് ഇട്ടുകൊണ്ട് ആൾക്കാർക്ക് വീട് വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ വന്നിട്ട് പറഞ്ഞ് ലോട്ടിടും, ആ ലോട്ടിൽ 1, 2 എന്ന് പറഞ്ഞിട്ട് ലോട്ടിടും. ആ ലോട്ടിട്ടിട്ട് അതിൽ വിജയിക്കുന്ന ക്രമം അനുസരിച്ച് ഓരോരുത്തർക്കും വീട് നൽകും എന്നുള്ള രീതിയിലാണ്. എന്നാൽ അങ്ങനെയല്ല ഞങ്ങൾക്ക് വേണ്ടത് എന്ന് അവിടുത്തെ ആൾക്കാർ തന്നെ വ്യക്തമാക്കി. ഞങ്ങളുടെ നിലവിലത്തെ സ്ഥിതി അനുസരിച്ചിട്ട് ഏറ്റവും ആവശ്യപ്പെട്ടവർക്ക് പിന്നീട് അങ്ങനെ ഓരോ ഘട്ടങ്ങളായി തിരിച്ചുകൊണ്ട് വീട് വിതരണം ചെയ്താൽ മതി എന്നുള്ള ഒരു നിലപാടാണ് അവിടുത്തുകാർക്ക് എടുത്തത്. അപ്പൊ എല്ലായിടത്തും ഈ പറയുന്ന അരിയിൽ കല്ല് അതായത് വെന്തുകൊണ്ടിരിക്കുന്ന കഞ്ഞിക്കകത്തേക്ക് മണ്ണ് വാരിയിടുന്ന പരിപാടിയാണ് ശരിക്കും ടി സിദ്ദീഖ് ഇപ്പോൾ അവിടെ നടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അർത്ഥം. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ പറയുന്ന ഈ ജനങ്ങളെ വയനാട്ടിലുള്ള ജനങ്ങൾ സത്യത്തിൽ പ്രതിഷേധിക്കേണ്ടത് CPM അതായത് ഇടതുപക്ഷത്തിനോടാണോ ആ സർക്കാരിനോടാണോ അതോ കോൺഗ്രസിനോടാണോ എന്ന് വയനാടുകാർ തീരുമാനിക്കുക. വയനാടിന് വേണ്ടിയിട്ട് പിരിച്ചു എന്ന് പറയുന്ന ഫണ്ട് എവിടെയാണ് എന്ന് ചോദിക്കാൻ വയനാടുകാരിലെ ഒരു 10 പേര് നിരന്ന് നിന്ന ടി സിദ്ദീഖിന് പിന്നെ മറുപടി ഉണ്ടാവില്ല. എവിടെയാണ് ഞങ്ങൾക്ക് വേണ്ടി പിരിച്ച ഫണ്ട്? ഞങ്ങളെ കുന്നമ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്തുള്ള മനുഷ്യൻ കയറാത്ത ഒരു ബാലി കയറാ മലയിലേക്ക് കൊണ്ട് ഞങ്ങളെ തട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനെതിരെ എന്തുകൊണ്ടാണ് അവർ ചോദ്യം ഉയർത്താത്തത്? അങ്ങനെ ഒരു ചോദ്യം അവർ ഉയർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾക്ക് തന്ന വീട് എവിടെ എന്നൊരു ചോദ്യം ചോദിക്കും. 30 സെക്കൻഡ് കൊണ്ട് 300 വീടുണ്ടാക്കിയ ഒരാളുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ, അതായത് അതേ VD സതീശൻ തന്നെ. ആ VD സതീശൻ 30 സെക്കൻഡ് കൊണ്ട് 300 വീടുണ്ടാക്കി വയനാടുകാർക്ക് വീതിച്ചു കൊടുക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നവരാണ്. അത് വയനാടുകാർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ വീടിനെ കുറിച്ച് മിണ്ടാട്ടമില്ല, ഉരിയാട്ടമില്ല. എന്നാൽ ടി സിദ്ദീഖ് പറയേണ്ടിയിരുന്നത് അങ്ങനെയല്ല. ഞങ്ങൾ വീട് കൊടുക്കും, 100 വീട് ഞങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ വീട് നിർമ്മാണം തുടങ്ങാൻ വേണ്ട പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറയുകയായിരുന്നില്ലേ ചെയ്യേണ്ടിയിരുന്നത്? അപ്പോൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അല്ലെങ്കിൽ ചെയ്തു കൊടുക്കാൻ പോകുന്ന വീടിൻ്റെ ഒരു തറക്കല്ലെങ്കിലും കാണിച്ചുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നതിൽ ഒരു മര്യാദ ഉണ്ടായിരുന്നു എന്ന് ജനങ്ങൾ ടി സിദ്ദീഖിന്റെ മുഖത്ത് നോക്കി ചോദിക്കും. മുഖത്ത് നോക്കി ചോദിക്കുക മാത്രമല്ല, താഴോട്ട് നിങ്ങളുടെ വീഡിയോയ്ക്ക് ചോട്ടിൽ വന്നിരിക്കുന്ന അതേ തെറിവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളോട് തന്നെ ചോദിക്കും. ടി സിദ്ദീഖിനോട് തന്നെ ജനങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ടെന്നേ. കാര്യം അവരുടെ പേരിൽ യൂത്ത് കോൺഗ്രസ്സുകാർ പണം പിരിച്ചിട്ടുണ്ട്, KPCC പണം പിരിച്ചിട്ടുണ്ട്. എവിടെ ആ പണമെല്ലാം? എന്നിട്ട് ഒടുവിൽ പറഞ്ഞു ഞങ്ങൾ കർണാടക സർക്കാർ തന്നത് കോൺഗ്രസിന്റെ പണമാണെന്ന്. അല്ല, കർണാടക സർക്കാരിന്റെ പണമാണ്. നാളെ അവിടെ BJP ഭരിച്ചിരുന്നാലും കർണാടക സർക്കാർ കൊടുത്ത പണം സർക്കാരിന്റെ പണം തന്നെയാണ്. അല്ല സിദ്ധരാമയ്യയുടെയും DK ശിവകുമാറിന്റെ ഒന്നും കുടുംബത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടല്ല ഈ 100 വീടുകൾ വെക്കാൻ വേണ്ടിയിട്ട് പണം ഇവിടേക്ക് കൊണ്ട് മറിച്ചിട്ടത് എന്നുള്ള കാര്യവും ടി സിദ്ദീഖ് ഒന്ന് ആലോചിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. കാര്യം ജനം തിരിച്ചു ചോദിക്കും ഇതെല്ലാം തന്നെ. പിന്നെ മറ്റൊരു കാര്യം, ഈ പറയുന്ന വന്യമൃഗങ്ങളുമായി മനുഷ്യനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെ കുറിച്ചുള്ള ഒരു വലിയ പ്രശ്നം അത് സർക്കാർ നോക്കുന്നില്ല. ഇവിടെ വനനിയമം, കേന്ദ്ര വനനിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആരുടെ കാലഘട്ടത്തിലാണ് ഈ വനനിയമം ഉണ്ടാക്കിയത്? അതിനുശേഷം എത്രയോ സർക്കാരുകൾ മാറിമറിഞ്ഞു വന്നു. എന്നിട്ട് ആ വനനിയമത്തിൽ ഇപ്പോഴുണ്ടല്ലോ വയനാട്ടിൽ അതിശക്തയായ ഒരു MP,
ആ എം പി എത്ര തവണ ചോദിച്ചിട്ടുണ്ട്, ഇത് കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ എത്ര തവണ ഈ വിഷയം ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്, വനനിയമം പരിഷ്കരിക്കപ്പെടണം. 1970-കളിൽ ഉണ്ടാക്കി വെച്ച വനനിയമത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു വന്നേ. അതിനപ്പുറത്തേക്ക് ജനസാന്ദ്രത വർദ്ധിച്ചു, ജനങ്ങളുടെ എണ്ണം കൂടി. അപ്പോഴും എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ ഒരു അമെൻമെന്റ് ആവശ്യമാണ്, ഇതിനെ ഒന്ന് പുതുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ നിയമത്തിന് വേണ്ടി ആരും സംസാരിച്ചില്ലല്ലോ. പിന്നെ എത്രയോ കാലഘട്ടം UPA സർക്കാർ രാജ്യം ഭരിച്ചു, എന്നിട്ട് പോലും അത് മാറ്റിമറിക്കാനോ അതൊന്ന് നീക്കി വെക്കാനോ കഴിഞ്ഞിട്ടില്ലല്ലോ. പിന്നീട് വാജ്പേയി വന്ന കാലഘട്ടത്തിൽ വാജ്പേയി അതിനെ വീണ്ടും കുറച്ചുകൂടെ സ്ട്രോങ് ആക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പോലും ചോദിക്കാനോ പറയാനോ ഒന്നും ഒരാളെ പോലും ആ വേദിയിൽ കണ്ടതേയില്ല. ഈ പ്രിയങ്ക ഗാന്ധിക്ക് ഈ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല നേതാക്കന്മാരും പറയുന്നുണ്ട്, അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ നേരിട്ട് രാഹുൽ ഗാന്ധി വിളിച്ചു, ഇത്ര രൂപ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ചു എന്നൊക്കെ രാഹുൽ ഗാന്ധിയെ കുറിച്ച് വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് അവിടെ വയനാട്ടിൽ. അതായത് സുൽത്താൻ ബത്തേരി MLA യും കൽപ്പറ്റ MLA യും. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ വിഷയം നടക്കുന്നു, ഇത് തീർച്ചയായിട്ടും വനനിയമം പരിഷ്കരിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിവേദനമോ അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭമോ ഒരു സംസാരമോ പോലും മിണ്ടാതുരിയാടാതെ ലോക്സഭയ്ക്കുള്ളിൽ ഇരിക്കേണ്ടി വരുന്നതിന്റെ ഗതികേടെന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ടും പറയുകയാണ് ഇവിടെ സംസ്ഥാന സർക്കാർ ഈ വനനിയമത്തിനെതിരായി എന്ത് ചെയ്തു, അല്ലെങ്കിൽ അവിടുത്തെ വന്യമൃഗ ശല്യം തീർക്കാൻ എന്താണ് ചെയ്തത് എന്ന്. അപ്പോഴും വനനിയമം പരിഷ്കരിക്കപ്പെടേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് അതിന് വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ നിയമങ്ങൾ എന്തുകൊണ്ട് പരിഷ്കരിക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങളോ ഒരു ചോദ്യമെങ്കിലും ചോദിക്കാൻ എന്തുകൊണ്ടാണ് ഈ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് കഴിയാതെ പോയത്? ഇത്ര കഴിവുകെട്ടവരെയാണോ നിങ്ങൾ വയനാടുകാർക്ക് MP ആയി നൽകുന്നത്? കേന്ദ്രത്തിന്റെ ഇടപെടൽ ആവശ്യമല്ലേ അവിടെ? എന്നിട്ട് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഈ ചോദ്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രിയങ്ക ഗാന്ധിയോട് ചോദിക്കുന്നില്ല? പ്രിയങ്ക ഗാന്ധിയോട് ചോദിച്ചു പോകേണ്ട വിഷയങ്ങൾ തന്നെയല്ലേ ഇതൊക്കെ? എന്തുകൊണ്ടാണ് ഈ നമ്മുടെ ഇദ്ദേഹവും പിന്നെ T സിദ്ദിഖും അതോടൊപ്പം സുൽത്താൻ ബത്തേരി MLA യും ഇതിനെക്കുറിച്ച് മിണ്ടാത്തത് എന്താണ്? അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ചോദ്യമോ പറച്ചിലുകളോ ഒന്നുമില്ല. എന്നിട്ട് ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, കോൺഗ്രസ്സുകാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ ചെയ്യാതെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സംസ്ഥാന സർക്കാരിനെതിരായി കൊടി പിടിക്കുന്നത്? ആ കൊടി പിടിക്കുന്നത് ആരെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ടാണ്? ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കുറച്ചു പേർ കള്ളം പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭത്തിനിറങ്ങുമ്പോൾ ജനങ്ങളെല്ലാം ഇടതുപക്ഷ സർക്കാരിനെതിരായി തിരിയും എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തെറ്റാണ്. ജനങ്ങൾ എല്ലാം വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു തുണ്ട് ഭൂമി എന്നിട്ട് പറയുകയാണ് സർക്കാരിനോട് ഞങ്ങൾ ഭൂമി ആവശ്യപ്പെട്ടിരുന്നു, എന്നിട്ട് സർക്കാർ ഭൂമി വിട്ടു തന്നിട്ടില്ല എന്നാണ് പറയുന്നത്. എപ്പോഴാണ് ആവശ്യപ്പെട്ടത്? രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? സംസ്ഥാന സർക്കാർ തന്നെ ഭൂമി ഏറ്റെടുത്ത് 21 കോടി രൂപ കെട്ടിവെച്ചതിന് ശേഷം മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞത്. നീണ്ട നിയമയുദ്ധങ്ങൾക്കൊടുവിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ നിങ്ങൾക്ക് ഭൂമി ഏറ്റെടുത്ത് തരണോ? അതിന് സംസ്ഥാന സർക്കാർ നിങ്ങളുമായിട്ടല്ലല്ലോ അന്ന് പറഞ്ഞ എന്താണ്? ഇവിടെ പണം CMDRFിലേക്ക് പണം നിക്ഷേപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞത് അന്നത്തെ KPCC അധ്യക്ഷനാണ്. KPCC അധ്യക്ഷൻ അത് പറയുകയും ചെയ്തു. എന്നിട്ട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഞങ്ങൾക്ക് പണം പിരിക്കുവാൻ ഞങ്ങളുടേതായ സംവിധാനമുണ്ട്, ആ സംവിധാനത്തിലൂടെ ഞങ്ങൾ പണം പിരിച്ചോളാം എന്നാണ് കോൺഗ്രസ്സുകാർ അന്നും പറഞ്ഞത്. അത് ഈ KPCC അധ്യക്ഷൻ നേരത്തെ പറഞ്ഞിരുന്നത്. എന്നിട്ട് എന്തായി കാര്യങ്ങൾ? പണം പിരിച്ചോ? ഈ പണം പിരിച്ചു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ കണക്കുകൾ പൊതുജനങ്ങൾ മധ്യത്തിൽ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങി വെച്ച ആപ്പിന്റെ കാര്യം എന്തായി? വയനാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, വയനാട്ടിലുള്ള ഓരോ ജനതയ്ക്കും അവരുടെ മണ്ണും ജീവനും പൊന്നും എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഓരോ ജീവന് വേണ്ടിയിട്ടും നിങ്ങൾ കരുതിക്കൂട്ടി വെച്ചത് പറ്റിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവരെല്ലാം. നിങ്ങൾ നാട്ടുകാരെ പറ്റിച്ചു, ആ വയനാട്ടിലെ എല്ലാം നഷ്ടപ്പെട്ടു പോയ ആ ജനതയെ പറ്റിച്ചു. ഇപ്പൊ ഇതാ കുന്നംപറ്റയിൽ ഒരു കുറെ 3.5 ഏക്കർ സ്ഥലം മേടിച്ചിട്ട് കൊണ്ട് ഞങ്ങൾ ഇവിടെ ഇപ്പൊ 100 വീട് നിർമ്മിക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നു. എന്നിട്ട് ഏറ്റവും അവസാനം സണ്ണി ജോസഫ് എന്ന് പറയുന്ന സണ്ണി വക്കീൽ പറഞ്ഞ എന്താണ്? എൻ്റെ പേരിലാണ്, KPCC അധ്യക്ഷന്റെ പേരിലാണ് ആ പ്രോപ്പർട്ടി മേടിച്ചിട്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് വരെ ഒരാൾ പോലും ആ രേഖകൾ കണ്ടിട്ടില്ല എന്നുള്ളതും വാസ്തവമാണ്. അപ്പോൾ എന്തിനാണ്? ആരെ പറ്റിക്കാനാണ്? സാധാരണക്കാരായ ജനങ്ങളെ പറ്റിക്കാനോ? അതോ കേരളം മുഴുവൻ UDFന് വേണ്ടി കൊടി പിടിച്ചുകൊണ്ട് കിടക്കുന്ന താഴേക്കിടയിലുള്ള വെറും അണികളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഈ കള്ളത്തരം പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്? അത് ആദ്യം ആലോചിക്കുക. എന്നിട്ട് വേണം T സിദ്ദിഖ് എന്ന് പറയുന്ന MLA ഈ തരത്തിൽ മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും വന്ന് ഈ രീതിയിൽ പ്രകടനങ്ങൾ നടത്താൻ. സാമൂഹ്യ മാധ്യമത്തിൽ ഒരു ഫേസ്ബുക്കിലൂടെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമെന്നോണം മാധ്യമപ്രവർത്തകരുടെ വലിയ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിവായി പോകാനും ഈ പറയുന്ന നേതാവിന് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ രീതിയിൽ ഫേസ്ബുക്കിലൂടെ ഓരോ തരത്തിലുള്ള വിടുവായത്വം വിളിച്ചു പറയുന്നത്. അപ്പോൾ നിങ്ങൾ കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ്. താഴെ എഴുതിയിരിക്കുന്ന ഓരോ തെറികളും നിങ്ങൾക്കുള്ള പാരിതോഷികങ്ങളാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.